റോസസ് വെൽക്കം ബാക്ക് ടു റോസ് മലയാളം. ഞാനിന്ന് ചെയ്യുന്നത് ഒരു എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ലുക്കാണ്. നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം ലോങ് ലാസ്റ്റിംഗ് ആക്കാനും പറ്റുന്നുണ്ട്. 500 രൂപയ്ക്കകത്തുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യുകയാണ്. ആംസ്റ്റർഡാമിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 300 ആ റേഞ്ചിൽ വരുന്നുള്ളൂ. എനിക്ക് ഓഫറിന് 140 ആ റേഞ്ചിന് കിട്ടി. ഇത് നല്ലൊരു പ്രൈമറാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ജെൽ ബേസ്ഡ് പ്രൈമറാണ്. ഞാൻ എന്നിട്ട് ആ പ്രൈമറിന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലൂ ഹെവൻ്റെ ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ലൂസ് പൗഡർ വേണം യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ സ്കിന്നുകാർ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഐ മേക്കപ്പിലേക്ക് പോകുകയാണ്. കാരണം ഐ മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ബേസ് മേക്കപ്പ് ചെയ്താൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഐ മേക്കപ്പിൽ എന്തെങ്കിലും ഫോളോ ഔട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബേസ് മേക്കപ്പിലാകും. അതുകൊണ്ടാണ് ഇവയുടെ കൺസിലറാണ് ഞാൻ എടുത്തത്. അത് ഞാൻ ഡ്രൈ ബ്ലെൻഡർ വെച്ചാണ് ബ്ലെൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കവറേജ് കിട്ടും. അതിനുശേഷം ഞാനത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോകാം. ഐ മേക്കപ്പിന് എടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ്. അതിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡ്രസ്സിനും ചേരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് വി ഒന്ന് ഡീപ്പൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഔട്ടർ വി. ദെൻ എന്നിവയുടെ ആ സിംഗിൾ ഐഷാഡോ അല്ലേ, അതിൽ ആ ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഐലിഡിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഗോൾഡൻ ഷെയ്ഡും ബ്രൗണും കൂടി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുവാണ്. ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് മെബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡും എനിക്ക് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം മറന്നു, കളർ കറക്ഷൻ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ കളർ കറക്ഷൻ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കളർ ഫീവറിൻ്റെ പീച്ച് കറക്റ്ററും പാക്കിൻ്റെ കൺസിലറും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുവാണ്. ടി വി ആണ് നോക്കുന്നത് അങ്ങോട്ട് സൈഡിൽ. നന്നായിട്ട് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനത് പിന്നെ ഒരു സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫുൾ ഡ്രൈ സ്പഞ്ചാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് വരെയും. അതിനുശേഷം ഞാൻ അവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് വെറ്റ് ആൻഡ് വേൾഡിൻ്റെ ആ പ്രൈമർ വാട്ടർ ഇല്ലേ, 3-in-1 പ്രൈമർ വാട്ടർ, അത് വെച്ചിട്ട് ബ്ലെൻഡർ വെറ്റാക്കി. ആ ബ്ലെൻഡറാണ് ഞാൻ പിന്നെ നമ്മുടെ ഫേസിലെ ബേസ് മേക്കപ്പ് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. ഫൗണ്ടേഷനും നമ്മുടെ ബേസ് മേക്കപ്പൊക്കെ നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. പിന്നെ ഞാൻ ഒന്ന് ലൂസ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളൊന്ന്. ഇടയ്ക്കിടയ്ക്ക് ലൂസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു ഡ്രൈ സ്കിൻകാർ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി കോമ്പിനേഷൻ സ്കിന്നുകാർ ഇത് ചെയ്താൽ മതിയാകും. പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് അല്ല, ഒരുവിധം വൃത്തിയായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഫോട്ടോസിൽ നന്നായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ ഹൈലൈറ്റിങ്ങും കോണ്ടൂറൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവണം. എന്നാലേ ഫോട്ടോസിൽ അത് രസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എൻ്റെത് ചെറിയ നോസായതുകൊണ്ട് എനിക്കത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നോസ് നന്നായിട്ട് കോണ്ടൂറും ഹൈലൈറ്റൊക്കെ ചെയ്താലേ ഒരു ഫോട്ടോയിൽ അത് ഒരു എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാനും കോണ്ടൂർ ചെയ്യാനും നമ്മൾ മറക്കരുത്. കോണ്ടൂർ ചെയ്യാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ബേയുടെ കോണ്ടൂർ സ്റ്റിക്കാണ്. നന്നായിട്ട് ഞാൻ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. നോർമലി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ കോണ്ടൂർ ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നാലേ ആ ഒരു ഫോട്ടോജനിക്കായിട്ട് വരത്തുള്ളൂ, ഫോട്ടോയിൽ രസം കാണത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ രസം കാണത്തില്ല നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും. ഞാൻ അതും ആ ബ്ലെൻഡർ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര നേരം ഡ്രൈ ആയിട്ട് യൂസ് ചെയ്തിട്ട് ആ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന നേരത്താണ് ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയത്. അതും ആ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടാണ് വെറ്റാക്കിയത്. അതാണ് ഫുൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും. അപ്പോൾ നമ്മുടെ ബേസ് മേക്കപ്പ് നന്നായിട്ട് ലോക്ക് ആയിട്ടിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് സിവാന കളേഴ്സിൻ്റെ നമ്മുടെ ഐബ്രോ കിറ്റാണ്. ഇത് ഞാൻ പൗഡർ യൂസ് ചെയ്യാൻ കാരണം എൻ്റെത് ഷേപ്പ് ചെയ്യാത്ത ഐബ്രോ ആണ്. ഷേപ്പ് ചെയ്തവർക്ക് പെൻസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്, ക്രീം പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ. ഞാൻ ഷേപ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്കിതാണ് കുറച്ചുകൂടെ കംഫർട്ട്. ഇത് ഞാൻ കുറച്ച് ഡീപ്പായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്നാലേ അതും ഫോട്ടോയിൽ രസം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ രസം കാണത്തില്ല, അതുകൊണ്ട് ഒരു ഭംഗി കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോയിൽ ഭംഗി വരാൻ വേണ്ടി ഇത് തിക്കാക്കി ചെയ്ത്. വീണ്ടും ഞാൻ എൻ്റെ ബേസ് മേക്കപ്പ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ ലൂസ് പൗഡർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ നടുക്കില്ലേ, മിഡിൽ പാർട്ടിൽ നന്നായിട്ട് എനിക്ക് ഓയിലിയാകും, അവിടെ നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുകാർ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തത് സിവാന കളേഴ്സിൻ്റെ അൾട്രാ ബ്ലഷ് പാലറ്റാണ്. ഇതൊരു നല്ല പാലറ്റാണ്. ഇതിൽ ഒരു പീച്ച് പോലത്തെ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ബ്ലെൻഡർ വെച്ച് തന്നെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബ്രോൺസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോസ് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കോണ്ടൂർ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്, എൻ്റെ നോസ് ചെറുതായതുകൊണ്ട്. ദെൻ ഞാൻ വീണ്ടും ആ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലെൻഡർ. പിന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ എടുത്തത് മെബിലിൻ്റെ ഈ ഹൈലൈറ്ററാണ്. ഇത് നല്ലൊരു ഹൈലൈറ്ററാണ് കേട്ടോ. അപ്പോൾ വെറ്റ് ആൻഡ് വേൾഡിൻ്റെ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് 500 രൂപയ്ക്കകത്തത് ഓഫറിന് കിട്ടുന്നതായിരിക്കും. എപ്പോഴും എനിക്ക് 500 രൂപയ്ക്കകത്ത് ഓഫറിന് കിട്ടിയത്. ഇത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കവിളിൽ ഞാൻ ആ ഫാൻ ബ്രഷ് പറ്റാത്തതുകൊണ്ടാണ് പിന്നെ വേറെ ബ്രഷ് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഐ മേക്കപ്പിൽ കാജൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്, ഫോട്ടോയിലൊക്കെ നല്ല രസം കാണും അപ്പോഴത്തേനും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ടൈറ്റ് ലൈനും വാട്ടർ ലൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ അപ്ലൈ ചെയ്ത് ആ ബ്രൗൺ ഷെയ്ഡ് എടുത്ത് വെച്ചിട്ട് ക്രീസിലൊക്കെ അപ്ലൈ ചെയ്ത് ആ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ലോവർ ലാഷ് ലൈനിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനർ വെച്ചിട്ട് വിങ് ലൈനർ വരയ്ക്കുന്നുണ്ട്. ഈ ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. ദെൻ ഞാൻ ഇന്നർ കോർണേഴ്സും ബ്രോ ബോണും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഫോട്ടോസിലൊക്കെ ഒരു രസം കാണത്തുള്ളൂ, അതുകൊണ്ടാണ്. ദെൻ ഞാൻ വീണ്ടും എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറിനെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടെ ഒന്ന് ലോക്കാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേക്കപ്പ് മാക്സിമം ലാസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇത് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ നോക്കിയിട്ട് എൻ്റെ അത് കാണാനില്ല, ഞാൻ ഗിവ് മീ നോക്കി ഇടാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ക്രീം ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഇടുന്നത്, ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. അത് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൂസ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഇടുന്നുണ്ട്. അത് നമുക്കിത് 2-3 വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ബെസ്റ്റ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആദ്യം ഇട്ടിട്ട് ഇടുന്നതാണ്. മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫേക്ക് ലാഷസ് വയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ ഔട്ട്ലുക്കിലേക്ക് പോകാം. ഇത് 500 രൂപയ്ക്കകത്ത് നമുക്ക് മാക്സിമം നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. ഇപ്പോൾ ഒത്തിരി മേക്കപ്പ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കും ഇത് മാക്സിമം സിമ്പിളാണ്. നമുക്ക് ഒരുപാട് ആർഭാടമായിട്ട് മേക്കപ്പ് ചെയ്തു എന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.